അത് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് അപ്പുറത്തെ വശത്തു നിന്നും വലിയ കരഘോഷമാണ് സാർ ഉയർന്നത്. അങ്ങും കേട്ട് കാണും. സാർ, ഞങ്ങളുടെ നോട്ടീസ് ഞാൻ വായിക്കാം. സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുകയും രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പമുള്ള സംസ്ഥാനമായി കേരളം മാറിയിട്ടും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഗുരുതര സ്ഥിതിവിശേഷം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നതാണ്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് നോട്ടീസ്. അത് സർക്കാർ അംഗീകരിക്കുമ്പോൾ ഞങ്ങളെക്കാൾ മുമ്പ് ഭരണപക്ഷ MLA-മാർ കൈയടിക്കണമെങ്കിൽ ഈ വിഷയം അവര് പോലും എത്ര ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം സാർ. ഒരു ഭരണകക്ഷി അംഗത്തിന് റൂൾ 50 നോട്ടീസ് കൊടുക്കാനുള്ള പരിമിതിയുണ്ട്. പക്ഷെ അവർക്ക് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ചർച്ച ചെയ്യാമെന്ന് മന്ത്രി പറയുമ്പോൾ അവരെല്ലാം ആത്മാർത്ഥമായി അവർ പ്രതിനിധാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ട് അവർ കൈയടിച്ചു എന്നാണ് സാർ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സാറ്, ഞങ്ങൾ അത് ഉൾക്കൊള്ളുന്നു സാർ. സാർ, ഇവിടെ ഈ സംസ്ഥാനത്തിന്റെ സാഹചര്യം എന്താണ് സാർ? ഈ സർക്കാർ വന്നതിന് ശേഷം വൈദ്യുതി ചാർജ് 3 തവണ വർദ്ധിപ്പിച്ചു, ബസ് ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, ഭൂനികുതി കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, സെസ് ഏർപ്പെടുത്തി, ഡീസലിനും പെട്രോളിനും കേന്ദ്ര സർക്കാരിന്റെ വർധനവ്, സംസ്ഥാന സർക്കാരിന്റെ അധിക സെസ്, ഇങ്ങനെയെല്ലാം സർക്കാർ ജീവനക്കാർക്കാണെങ്കിൽ 18% DA കുടിശ്ശിക, കശുവണ്ടി തൊഴിലാളിക്ക് ജോലിയില്ല, കയർ മേഖല പ്രതിസന്ധിയിലാണ്, ഖാദി തകർച്ചയിലാണ്, നെല്ല് കർഷകർ പ്രതിസന്ധിയിലാണ്, റബ്ബർ കർഷകർ പ്രതിസന്ധിയിലാണ്, ജീവിക്കാൻ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയത്ത് അപ്പോഴാണ് ഈ വിലക്കയറ്റം മൂലം അവർ ഈ പ്രതിസന്ധിയെ നേരിടുന്നത്. ഒന്ന്, വരുമാനം കുറഞ്ഞ ഒരു മേഖല, വരുമാനമേ ഇല്ലാത്ത ഒരുപാട് മേഖല. ആ ജനങ്ങളാണല്ലോ കേരളത്തിലെ ജനങ്ങൾ. അവരുടെ മുമ്പിൽ ഈ വിലക്കയറ്റ തോതിൽ, ഈ റീറ്റെയിൽ ഇൻഫ്ലമേഷൻ റേറ്റിൽ നമ്മൾ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് കൊണ്ടാണ് ആ ഗുരുതരമായ പ്രശ്നം പ്രതിപക്ഷം നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. സാർ, 2024 ജൂലൈയിൽ വിലക്കയറ്റം അടിയന്തര പ്രമേയമായി വന്നപ്പോൾ മന്ത്രി GR അനിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ വായിക്കാം. ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം ഒരു ദേശീയ പ്രശ്നമാണ്. നമ്മുടെ തൊട്ടടുത്ത ഉൽപാദന സംസ്ഥാനങ്ങളെ നോക്കൂ. കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ പണപ്പെരുപ്പം രൂക്ഷമാണ്. കേരളത്തിൽ പണപ്പെരുപ്പം 5.47 മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അതിനേക്കാൾ കൂടുതലാണ്. കേരളത്തിൽ വിലക്കയറ്റ എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി, ഇത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് സാർ. അദ്ദേഹം 24 ജൂലൈയിൽ പറഞ്ഞതാണ് ഞാൻ ഇവിടെ വായിച്ചത്. സാർ, ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുക. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഇവിടെ കേരളത്തിൻ്റെത് ഓഗസ്റ്റിൽ ഈ ഓഗസ്റ്റിലെ CPI എത്രയാണ്? 9 സാർ. ഇന്ത്യയിലെ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ, കർണാടക എടുത്താൽ